നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. RSS പെരുമ്പടപ്പ് ഉപനഗരത്തിന്റെ നേതൃത്വത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചു. പള്ളുരുത്തി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് RSS പെരുമ്പടപ്പ് ഉപനഗരത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇടക്കൊച്ചി കണ്ണങ്കാട്ട് ക്ഷേത്ര മൈതാനിൽ വെച്ച് ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചു. M. സുരേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് N. ശങ്കർറാം മുഖ്യപ്രഭാഷണം നടത്തി. പള്ളുരുത്തിയിലെ വിവിധ ഹൈന്ദവ സംഘടന നേതാക്കളായ അഡ്വക്കേറ്റ് ശ്രീരാജ് PK, റെജിമോൻ PK, രവീന്ദ്രൻ NP, മധുസൂദനൻ, CG ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ദിബിൻ സ്വാഗതവും MN ഷൈൻ നന്ദിയും രേഖപ്പെടുത്തി. നാരായണ പാരായണ ടീച്ചർ രമണി മോഹൻ, മുതിർന്ന വിമുക്ത ഭടൻ കേണൽ ഉണ്ണിക്കുട്ടൻ എന്നിവർ സന്നിധരായിരുന്നു. ബാക്കി മതങ്ങളിൽ ഈ പറയുന്ന ജാതികളും ഉപജാതികളും ഉള്ളപ്പോൾ അവരെ മാത്രം വിഘടിപ്പിച്ചു വെക്കാറുണ്ട്. എന്തുകൊണ്ട് ഹിന്ദുക്കളെ മാത്രം അവർ നോട്ടമിടുന്നു? അതിനാണ് ഹിന്ദുത്വ ഏകതാ സമ്മേളനം നടത്തുന്നത്. നമ്മൾ എല്ലാം ഒന്നിച്ചിരുന്ന് നാം ഒരേപോലെ നമ്മളിൽ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അതൊക്കെ സ്വാഭാവികം. അതൊന്നുമില്ലാതെ ആ ഒരു ഒരുമയോടെ പോയാൽ മാത്രമേ നാളെ നമ്മുടെ അടുത്ത ജനറേഷൻ നമ്മളത് ചോദിക്കും, നിങ്ങളുണ്ടായിട്ട് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഒരുമ കൊണ്ടുവന്നില്ല. എനിക്ക് 54 വയസ്സായി. ഞങ്ങളൊക്കെ ആ ഒരു ജനറേഷൻ കഴിഞ്ഞു തുടങ്ങി. പക്ഷെ ഇവിടെ പലരും കാണുന്നത് 30-35 വയസ്സുള്ള ആളുകളാണ്. നാളെ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സംഘടനാ ശക്തിയോടെ ഒന്നിച്ച് നിൽക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ അത് ഹിന്ദു എന്നുള്ള സംഘടനയാണ്, അല്ലാണ്ട് ഒരു ജാതി ഉപജാതികളുടെ സംഘടനയല്ല. എല്ലാം വേണം, പക്ഷെ അത് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ബാക്കി എല്ലാവരും എന്തൊക്കെയാണ് ചോദിച്ചു മേടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു ബാർഗെയിനിങ് പവർ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളും ഒന്നിച്ച് നിന്നേ പറ്റൂ. ഇപ്പോൾ നമ്മൾ കണ്ടു തിരുനാവായയിൽ നീളാനദി തീരത്ത് മഹാമാഘ മഹോത്സവം നടന്നു. എന്തൊക്കെയായിരുന്നു അതിന് പ്രശ്നങ്ങളുണ്ടായത്? എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി? ആദ്യം നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? നീളാനദി ഗതി തിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ആ സ്വാമിജി അത് നടത്തിയേ അടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് 5000 പേര് വരാം, 10000 പേര് പറയും. അത്രയേ ഉള്ളൂ. അത്രേ ഇവിടുത്തെ മതേതരരായ ഹിന്ദുക്കൾ ചെല്ലുള്ളൂ എന്നാണ് പറഞ്ഞത്. ആ മതേതരത്വം എന്നാണല്ലോ വലിയൊരു വാക്ക്. ആ മതേതര ഹിന്ദുക്കൾ അത്രയും ചെല്ലുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്തുണ്ടായി? ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ, ലക്ഷക്കണക്കിന് ഭക്തർ, ഞാൻ ഹിന്ദുക്കൾ എന്നല്ല പറഞ്ഞത്, ഭക്തർ അവിടെ നിറഞ്ഞൊഴുകിയില്ലേ. അതിന്റെ ബാക്കി പത്രമാണ് ഹിന്ദു ഏകതാ സമ്മേളനം. RSSന്റെ ശതാബ്ദി അനുസരിച്ച് ശതാബ്ദി കാലമായതിനാൽ ഓരോ ഓരോ വില്ലേജുകളിൽ നടത്താനായിട്ട് സാധിക്കുകയില്ല. കാരണം അവർക്ക് പ്രോഗ്രാംസ് കൂടിയുകൊണ്ട് അവർ തുകയൊക്കെ ഇച്ചിരി ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ അവരവരുടെ വഴിക്ക് പോകട്ടെ. പക്ഷെ അവരുണ്ടാക്കുന്ന ഇടങ്ങളിലേക്ക് ധാരാളം ഭജന സംഘങ്ങൾ എത്തുന്നു. നന്ദഗോവിന്ദം കിട്ടുന്നില്ല, എന്നാ പിന്നെ മറ്റേ ഭജന, ഈ ഭജന, അങ്ങനെയൊക്കെ ധാരാളം ഭജനകൾ നടക്കുന്നു. അതായത് നാക്കുമുക്ക എന്ന പാട്ട് കേട്ടിട്ടും മന്മഥറാസ എന്നുള്ള പാട്ട് കേട്ടിട്ടും നൃത്തം വെച്ചുകൊണ്ടിരുന്ന യുവാക്കന്മാരിൽ വലിയൊരു വിഭാഗം ഇന്ന് ദാരികന്റെ ശിരസു കൊയ്തൊരു എന്നവർ പറയുന്ന സമയത്ത് ഘോരരൂപിണി അംബികെ എന്ന് പറഞ്ഞിട്ട് അതേ വികാരത്തോടു കൂടി തുള്ളിച്ചാടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഇത് വലിയൊരു ഭക്തിപ്രസ്ഥാനമാണ്. ഇതിനാണ് ഭക്തിപ്രസ്ഥാനം എന്ന് പറയുന്നത്. ആര് ബോധപൂർവ്വം ഒരിടത്തുനിന്ന് ചിലപ്പോൾ ഒരു ആളിൽ നിന്ന് തുടങ്ങിയതായിരിക്കും, പക്ഷെ അത് വ്യാപകമായി കഴിഞ്ഞു തടഞ്ഞു നിർത്താനാവാത്ത വിധത്തിൽ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടുള്ള മാറ്റങ്ങൾ കാണാനുണ്ട്. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല. രാഷ്ട്രീയമായിട്ട് വിരുദ്ധചേരിയിൽ ഉണ്ട് എന്ന് വിരുദ്ധചേരിയുടെ നായകത്വം വഹിക്കുന്ന ആള് എന്ന് കരുതുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറയാം. അടുത്തയിടെ നമ്മുടെ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടു കാണും മോഹൻലാലുമായിട്ട്. അതിൽ അദ്ദേഹം എന്താ പറയുന്നത് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നു? ചെറുപ്പത്തില് ഞാൻ രാമായണം വായിക്കുമായിരുന്നു, അമ്മയ്ക്ക് രാമായണം വായിച്ചു കൊടുക്കുമായിരുന്നു, കൃഷ്ണപ്പാട്ട് വായിച്ചു കൊടുക്കുമായിരുന്നു. അതിൽ നിന്ന് എനിക്ക് അതുണ്ട്, ഞാൻ സന്യാസിയാണ് എന്ന് പോലും പറഞ്ഞു വെക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായി. കുറച്ചു കാലം മുമ്പേ അദ്ദേഹം പറയുമായിരുന്നു. ചിലപ്പോൾ കള്ളമായിരിക്കും പറഞ്ഞത്, ചിലപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞത്. അദ്ദേഹം ചെയ്യുന്നത് മുഴുവൻ ഹിന്ദു വിരുദ്ധ പ്രവർത്തനമാണ് പറഞ്ഞു. അദ്ദേഹം ആരോ പറയിപ്പിച്ചു അദ്ദേഹത്തെ കുറിച്ച്. ഇതിനാണ് മാറ്റം എന്ന് പറയുന്നത്. കുറച്ചു നാൾ മുമ്പായിരുന്നു അദ്ദേഹം പറയുമായിരുന്നു.
പാർട്ടിയിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ പുറത്താക്കുമായിരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതാണ് നല്ലത് എന്നുള്ളത് അറിയാവുന്നതാണ്. വോട്ട് കിട്ടുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അതൊക്കെ പറയുന്നതാണ്. അപ്പൊ എന്താണ് വേണ്ടത്? ഹിന്ദു സംഘടിക്കണം. ഹിന്ദു സംഘടിക്കണം. ഹിന്ദുവിനുള്ളിലെ നമ്മുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചിട്ടാണ് ഇത്തരത്തിൽ ഹിന്ദു സമ്മേളനങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ സംഘത്തിന്റെ പ്രവർത്തനമോ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല. ഈ നാട് നന്നാകണം എന്നുള്ളതിന് അതിനുള്ള ഒരേ ഒരു വഴി, ഈ നാടിനെ ഒന്നായിട്ട് നിർത്തണമെങ്കിൽ ഈ നാടിന്റെ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സാധിക്കുന്നത്. അത് ഹിന്ദുത്വത്തിന്റെ പേരിൽ തന്നെയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘം സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് 3-4 കാര്യങ്ങളാണ്. അതിലൊന്നാണ് സാമാജിക സമരസത എന്നുള്ളത്. എല്ലാവരും ഒന്നാണ്. ഇവിടുത്തെ വിഭവങ്ങൾ, ലോകത്തിലെ വിഭവങ്ങൾ നമുക്ക് ലഭിക്കുന്ന എല്ലാവർക്കും തുല്യമായിട്ടുള്ളതാണ്. ഭേദഭാവം പാടില്ല. ആർഎസിനെ കുറിച്ച് പുറത്തുള്ള അവര് ചാതുർവർണ്ണയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ്. ഞങ്ങളൊക്കെ ന്യൂസ് ബ്യൂറോ, കൊച്ചി.